ഭൂമിയിലെ വഖഫ് ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന ഡിവിഷൻ ബെഞ്ച്. താൽക്കാലിക സ്റ്റേ പുറത്തിറക്കാമെന്ന കോടതി ഹർജിക്കാർക്ക് സിവിൽ കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കി. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ് ചേരുന്നുണ്ട്. ഷബ്ന, മുനമ്പം ഭൂമിയിലെ വഖഫ് ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനാവില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്? സംഗീത, മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള ഒരു ഹർജിയിലാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. 1954 വഖഫ് നിയമത്തിൽ ഭേദഗതി വേണം എന്ന ആവശ്യമാണ് ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത്. മുനമ്പം സ്വദേശികളായ ജോസഫ് ബെന്നി അടക്കമുള്ളവരാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. 1950 ഫറൂഖ് കോളേജിൽ നിന്നും മുനമ്പത്ത് തങ്ങളുടെ പൂർവികർ വാങ്ങിയ സ്ഥലത്താണ് തങ്ങളിപ്പോൾ താമസിക്കുന്നത്. അതിനുശേഷം 1954 വഖഫ് ആക്ട് നിലവിൽ വരുന്നത്. ഈ വഖഫ് ആക്ട് പ്രകാരം ഏത് ഭൂമിയും ഇത്തരത്തിൽ വഖഫ് ഭൂമിയായി ഏറ്റെടുക്കാം എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് വഖഫ് ആക്ടിന്റെ ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്തായിരുന്നു ഈ ഹർജി നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ മുനമ്പൻ നിവാസികളായ തങ്ങൾക്ക് കുടിയിറക്കപ്പെടും എന്ന ഭീതിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളും കോടതിക്ക് മുമ്പാകെ ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. താൽക്കാലികമായി മുനമ്പത്തുകാർക്ക് മറ്റ് നടപടികളിലേക്ക് പോകാതെ, അതായത് ഭൂമി നിന്നും കുടിയൊഴിപ്പിക്കലോ അല്ലെങ്കിൽ നോട്ടീസോ അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് പോകാതെ സ്റ്റേ അനുവദിക്കാം എന്ന് കോടതി വാക്കാൽ പരാമർശം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ഇടക്കാല ഉത്തരവിടാനാകും. എന്നാൽ വഖഫ് ഭൂമിയാണോ അല്ല മറിച്ച് ഇത് വ്യക്തികളുടെ ഭൂമിയാണോ എന്നത് സംബന്ധിച്ചുള്ള തർക്കം അത് സിവിൽ കോടതിയാണ് പരിഹരിക്കേണ്ടത്. സിവിൽ കോടതിക്ക് മാത്രമേ അത്തരത്തിലുള്ള തർക്കം പരിഹരിക്കാൻ കഴിയൂ. അത് ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല. പക്ഷേ ഹർജിയുമായി കോടതിയെ എത്തിയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ വലിയ ആശങ്ക മുനമ്പത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ കോടതി ഇടപെടുന്നത് താൽക്കാലിക സ്റ്റേ അനുവദിച്ചുകൊണ്ടാകാം. അത്തരത്തിലൊരു ഇടപെടൽ കോടതിക്ക് നടത്താൻ കഴിയും. ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം സിവിൽ കോടതിയിൽ സമീപിച്ച് തീർപ്പാക്കണം എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും മുനമ്പത്തുകാരെ സംബന്ധിച്ച് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവർക്ക് നിയമ പോരാട്ടത്തിനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ തലത്തിൽ നിന്നോ വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നോ നടപടികൾ തുടരുന്നതിന് മുമ്പായി ഒരു സ്റ്റേ അനുവദിക്കാം എന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഉത്തരവ് എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് വാക്കാലുള്ള പരാമർശമാണ്. ഒരു ഇടക്കാല ഉത്തരവ് ഇടാം എന്നാണ് കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഷബ്ന, ഈ ഇടക്കാല ഉത്തരവ് അത് എപ്പോഴേക്കും പ്രതീക്ഷിക്കാനാവും? ഈ വാക്കാൽ പറഞ്ഞ ഉത്തരവിനേക്കാൾ അപ്പുറത്തേക്ക് സംഗീത, ഒരു പക്ഷേ ഇനി ഹർജി പരിഗണിക്കുമ്പോഴാകും. അത് എന്നത് സംബന്ധിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ഇനി ഹർജി പരിഗണിക്കുമ്പോൾ കോടതി അത് പരിഗണിക്കാം എന്നേതായാലും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവർക്ക് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് സിവിൽ കോടതിയെ സമീപിക്കുക എന്നതാണ്. അത്തരത്തിലൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫ് ട്രിബ്യൂണലിൽ കേസ് നടക്കുകയാണ്. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിന്റെ അടുത്ത സിറ്റിംഗ് കൊച്ചിയിൽ വെച്ചാണ്. 27-ാം തീയതി ഈ വിഷയത്തിൽ ഫാറൂഖ് കോളേജ് നൽകിയിട്ടുള്ള ഹർജിയിൽ വാദം നടക്കുന്നുണ്ട്. വഖഫ് ട്രിബ്യൂണൽ ഈ വിഷയം പരിഗണിക്കുന്നു. ഇതോടൊപ്പം തന്നെ സിവിൽ കോടതിയിൽ സമീപിച്ച് ഇതിന്റെ ഭൂമി തർക്കം സംബന്ധിച്ച് മുനമ്പത്തെ ഈ 440 ഏക്കർ എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണോ അതോ ഈ വ്യക്തികൾക്ക് ലഭിച്ച ഭൂമിയാണോ, ഗിഫ്റ്റ് ഡീഡാണോ തുടങ്ങിയ കാര്യത്തിലുള്ള തർക്കം സിവിൽ കോടതിയിൽ തീരുമാനിക്കണം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ശരി ഷബ്ന, മുനമ്പം ഭൂമിയിലെ വഖഫ് ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ താൽക്കാലിക സ്റ്റേ പുറത്തിറക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. ഹർജിക്കാർക്ക് സിവിൽ കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം ഭൂമി വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഭൂമിയിലെ വഖഫ് ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്നു. ഇതിന്ന് വാക്കാൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ചൊരു ഉത്തരവോ മറ്റു കാര്യങ്ങളോ ഇഘട്ടത്തിൽ വരുന്നില്ല. എന്നാൽ താൽക്കാലിക സ്റ്റേ പുറത്തിറക്കാമെന്ന് കോടതി പറയുന്നുണ്ട്. അതെന്നത്തേക്കുമാകും എന്നുള്ള കാര്യങ്ങളിലും നിലവിൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഹർജിക്കാർക്ക് സിവിൽ കോടതിയെ സമീപിക്കാമെന്നും ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജമാൽ മുഹമ്മദ്, മുൻ CEO വഖഫ് ബോർഡ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ചേരുന്നുണ്ട്. ശ്രീ ജമാൽ, ഇപ്പോൾ വഖഫ് ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ സിവിൽ കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. താങ്കളുടെ പ്രതികരണം എത്തരത്തിലാണ്?
ഈ വിഷയത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടുകയാണ് ഉണ്ടായതാണ് എന്റെ അറിവ്. അപ്പൊ തീർച്ചയായിട്ടും ഹൈക്കോടതിക്ക് അതേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് വഖഫാണോ അല്ലേ എന്ന തർക്കമാണെങ്കിൽ ആ വിഷയം തീരുമാനിക്കേണ്ടത് മറ്റൊരു അതോറിറ്റിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവും. ഏതായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വഖഫാണെന്ന് സർക്കാരും ബോർഡും ഒക്കെ നേരത്തെ കണ്ടെത്തുകയും 2020 ജനുവരി 5-ന് TK ഹംസ ചെയർമാനായിട്ടുള്ള കാലഘട്ടത്തിൽ 2 പേർക്കെതിരെ ഇവരെ വസ്തു തിരിച്ചു പിടിക്കാൻ TK ഹംസ ചെയർമാനായ ബോർഡ് തീരുമാനിക്കുണ്ടായിട്ടുണ്ട്. ജനുവരി 5, 2020-ന് 2 വസ്തുക്കൾ തിരിച്ചു പിടിക്കാൻ കലക്ടർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. ബോർഡ് തീരുമാനം എടുത്തിട്ടുണ്ട്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി തീരുമാനം. അപ്പൊ ആ തീരുമാനം എവിടെയെങ്കിലും ആരെങ്കിലും ചോദ്യം ചെയ്തോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും ആ വഖഫാണെന്നുള്ള ഒരു തീരുമാനം നേരത്തെ സർക്കാരും അത് അന്വേഷണ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സർക്കാരും ക്യാബിനറ്റും തീരുമാനിക്കുകയും ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ട് ബോർഡ് തുടർ നടപടി സ്വീകരിച്ച് TK ഹംസയുടെ കാലത്ത് ജനുവരി 5, 2020-ന് 2 പേരുടെ ഭൂമി തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചുകൊണ്ട് കലക്ടർക്ക് നിർദ്ദേശം നൽകുകയും ഗസറ്റ് പബ്ലിക്കേഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ തീരുമാനം ഇതുവരെ ആരെങ്കിലും ചോദ്യം ചെയ്തോ ഇല്ലയോ എന്നുള്ള അറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മുൻ CEO ആയതിനാൽ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരം ലഭ്യമല്ല. ശരി, ജമാൽ മുഹമ്മദ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വഖഫ് ബോർഡ് മുൻ CEO ആയിരുന്നു ജമാൽ മുഹമ്മദാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്.